കാലം മാറിയപ്പോൾ കഥാപാത്രവും മാറിപ്പോയെന്ന് പറയുകയാണ് നടൻ TG രവി. ലക്ഷണമൊത്ത വില്ലന്മാരെന്ന് പറഞ്ഞാൽ അത് ബാലൻ കെ നായരെയും TG രവിയെയും പോലെ ആകണമെന്ന് പറഞ്ഞിരുന്നൊരു കാലം വരെ ഉണ്ടായിരുന്നു. കള്ളുകുടിയും ബലാത്സംഗവും തല്ലുപിടുത്തവും ഒക്കെയായി അക്കാലത്തെ വില്ലൻ സങ്കല്പം അങ്ങനെയായിരുന്നു. തലമുറ കൈമാറിയാണ് തന്നിലേക്കും അത്തരം വില്ലൻ വേഷങ്ങൾ വന്നത് എന്ന് പറയുകയാണ് നടൻ TG രവി ഇപ്പോൾ. എന്നാൽ തന്നിൽ നിന്നും ആ ഒരു ചെങ്കോൽ കൈമാറുവാൻ സാധിച്ചിട്ടില്ല എന്നുകൂടി മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ TG രവി പറയുകയാണ്. ഒപ്പം സിനിമാ മേഖലയിൽ ഭാര്യ നൽകുന്ന പിന്തുണയെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് നടൻ. 300 സിനിമകളോളം ചെയ്തിട്ടുണ്ട് ഇതുവരെയായി. താൻ വില്ലനായത് എന്റെ കുറ്റമല്ല, ആദ്യത്തെ വില്ലൻ ഞാൻ സ്വയം ആയതാണ്. ചാകര എന്ന സിനിമയിലാണത്. അലവലാതി ഷാജി എന്ന പേര് കുറെ കാലത്തേക്ക് എനിക്കുണ്ടായിരുന്നു. അന്നത്തെ വില്ലന്മാരെന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ആയിരുന്നു. കള്ളു കുടിക്കുകയും കൊള്ളരുതായ്മ കാണിക്കുകയും ഒക്കെ വേണം. അതൊക്കെ ചെയ്താൽ മാത്രമേ വില്ലനാവുകയുള്ളൂ എന്നൊരു രീതിയാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് പറയുകയാണ് നടൻ. അത് മുഴുവൻ ഞാൻ ചെയ്തു കൂട്ടിയെന്നും പറയുന്നു നടൻ. ആദ്യം ജോസ് പ്രകാശും അദ്ദേഹത്തിൽ നിന്നും ബാലൻ കെ നായർക്കും ബാലേട്ടിൽ നിന്നാണ് എന്നിലേക്ക് ആ കഥാപാത്രങ്ങൾ എത്തുന്നത് എന്നും TG രവി പറയുന്നുണ്ട്. ഓരോരുത്തരും അടുത്ത തലമുറയ്ക്ക് വില്ലൻ വേഷം കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ ക്യാരക്ടർ റോളുകൾ ചെയ്യും. എനിക്ക് ആ ഒരു ചെങ്കോൽ കൈമാറുവാൻ പറ്റിയിട്ടില്ല. അതിനു മുൻപ് തന്നെ അത്തരം കഥാപാത്രങ്ങൾ പോയിരുന്നു. ഇപ്പോൾ വില്ലൻ കഥാപാത്രങ്ങൾ ഹീറോയ്ക്കും ചെയ്യുവാൻ സാധിക്കും. പല താരങ്ങളും അതൊക്കെ ചെയ്യുന്നുമുണ്ട്. പഴയ കാലത്തുള്ളതുപോലെ ഒരു വില്ലൻ ഇതുപോലെ ആവണമെന്നൊന്നും ഇന്നില്ല. കള്ളു കുടിച്ചില്ലെങ്കിലും കൊള്ളരുതായ്മ കാണിച്ചില്ലെങ്കിലും ഒക്കെ വില്ലനാകാൻ സാധിക്കും. അങ്ങനെ ഒരു നിലയിലേക്ക് നമ്മുടെ സിനിമയും കഥാപാത്രങ്ങളും മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്കും എന്ത് വേഷവും ചെയ്യാൻ കഴിയുമെന്നും TG രവി പറയുകയാണ്. ഞാൻ അവതരിപ്പിക്കുന്ന ക്രൂരനായ കഥാപാത്രം കണ്ടിട്ട് ഭാര്യയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്നാണ് നടൻ പറയുന്നത്. അവർ വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിരുന്നു. ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത് അവൾക്ക് 12ഉം എനിക്ക് 17 വയസ്സുള്ളപ്പോഴായിരുന്നു. അവൾക്ക് 15 വയസ്സായപ്പോഴേക്കും അത് പ്രണയമായി മാറി. അപ്പോൾ എനിക്ക് 20 വയസ്സായി. എന്റെ സഹോദര ഭാര്യയുടെ അനുജത്തി കൂടിയായിരുന്നു അവർ. 12 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ എന്താണെന്ന് വ്യക്തമായി അവൾക്കറിയാം. കൂടെയുള്ള ചില ആളുകൾ കുടുംബം നന്നാകുവാൻ വേണ്ടി അയാളെ എങ്ങനെയാണ് സഹിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. സഹതാപത്തോടെ ചോദിക്കുന്നതായിരിക്കും. കുടുംബം തെറ്റിക്കോട്ടെ എന്ന് കരുതി ചോദിക്കുന്നവരും ഉണ്ടാകാം. പക്ഷെ അതൊക്കെ ആ സെൻസിലെടുക്കുവാൻ എന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇത്തരം കൺഫ്യൂഷൻ വരാറുണ്ടായിരുന്നു. എന്റെ ഇത്തരം വേഷങ്ങൾ കൊണ്ട് തനിക്ക് എന്ത് പ്രയാസം വരുന്നോ അന്ന് ആ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ഞാൻ നിർത്തുമെന്ന് ഒരു വാക്ക് കൊടുത്തിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല എന്നാണ് അവൾ പറഞ്ഞത്. അവസാന കാലം വരെ ഇങ്ങനെ ചെയ്തെന്ന് അവൾ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ എനിക്ക് ബ്രേക്ക് കിട്ടിയ സിനിമയ്ക്ക് ഞാൻ പോകേണ്ട എന്ന് കരുതിയിട്ടും അവൾ നിർബന്ധിച്ചു വിട്ടതിനാണ് പോയത്. പറങ്കിമല എന്ന ചിത്രമായിരുന്നു അതെന്നും TG രവി പറയുന്നുണ്ട്. അതേസമയം തന്നെ പ്രതിനായക വേഷങ്ങളിലൂടെ പ്രശസ്തനായ TG രവി എന്ന നടൻ ഉത്തരായനം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും ഭയാനകമായ വില്ലനായി തന്റെ കരിയറിന്റെ കൊടുമുടിയിൽ എത്തിയ TG രവി കുറച്ചു വർഷങ്ങൾ അഭിനയത്തിൽ നിന്നുമൊക്കെ മാറി നിന്നിരുന്നു. എന്നിരുന്നാലും 2016 ഏപ്രിൽ തിയേറ്ററുകളിലെത്തിയ യാക്കൂബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയുണ്ടായി. ഇപ്പോഴും മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് TG രവി എന്ന നടൻ. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുള്ള നടൻ കൂടിയാണ് TG രവി. TG രവിയുടെ മകൻ ശ്രീജിത്ത് രവിയും ഇന്ന് സിനിമകളിൽ സജീവ സാന്നിധ്യമാകുന്ന നടനാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.